ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ക്യാൻഡിൽ ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിത് ഉണ്ടാക്കുന്നത് ചിരട്ട വെച്ചാണ്. നമ്മൾ എടുത്തു കളയുന്നോ അല്ലെങ്കിൽ കത്തിച്ച് കളയുന്നോ ചിരട്ട വെച്ച് നമ്മൾ ഉപയോഗമുള്ള ഒരു വസ്തു ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ കഴിപ്പിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മളൊരു വലിയ ചിരട്ട എടുത്തതിന് ശേഷം ഏകദേശം നമ്മുടെ കയ്യിലുള്ള വലിയ ചിരട്ടയാണ്. അതിന് ശേഷം നമ്മൾ അത് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മണ്ടയ്ക്ക് സർക്കിൾ വെട്ടിയിട്ടുണ്ട്. താഴെ നമ്മൾ സർക്കിൾ വെട്ടിയിട്ടുണ്ട്. അതായത് കണ്ണുള്ള ഭാഗത്തും കണ്ണില്ലാത്ത ഭാഗത്തും നമ്മൾ സർക്കിൾ വെട്ടി എടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗവും നമ്മൾ സർക്കിൾ വെട്ടി ഓട്ടയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പെൻസിൽ കൊണ്ട് നമ്മളൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഡിസൈൻ വരയ്ക്കുക. ഞാനാണെങ്കിൽ ഒരു സർക്കിൾ വലിയ സർക്കിൾ, അതിനേക്കാളും കുറച്ചുകൂടെ വലുത്, അതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുത്, അങ്ങനെ വലുതായി വരുന്ന സർക്കിൾ ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. പിന്നെ ഞാനൊരു ഡയമണ്ട് ഷേപ്പും വരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കിഴുത്തയാക്കി ഇട്ടിട്ടുണ്ട്, അതായത് കിഴുത്ത് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോട്ടറി ടൂൾ വെച്ചാണ് കിഴുത്ത് ഇട്ടെടുക്കുന്നത്, അതായത് ഈ ടൂൾ വെച്ചാണ്. ഇത് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ ഇത് നമുക്ക് കിഴുത്ത് ഇടാം, നല്ല ഓളുകളിടാം. പിന്നെ അതിന് നമ്മൾ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ടൂളാണിത്. അപ്പോൾ ഇത് കുറേ ക്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ബാക്കിയും കൂടി ഇനി കിഴുത്തിട്ടെടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ബാക്കിയും കൂടി കിഴുത്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത കിഴുത്തിടാൻ പോകുന്ന ഒരു കുഞ്ഞു സർക്കിൾ, അതിൻ്റെ വലിയൊരു സർക്കിൾ, ഇത് നമ്മളൊരു വേറെ ആയിട്ട് വരച്ചേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കിഴുത്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്ത റോട്ടറി ടൂൾ വെച്ചാണ് നമ്മൾ കിഴുത്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ചിരട്ട നമ്മൾ കിഴുത്തിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ കിഴുത്തിട്ടെടുത്തു. അപ്പോൾ നമ്മൾ വരച്ച ഡിസൈൻ മൊത്തം നമ്മൾ കിഴുത്തിട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മൊത്തം നമ്മൾ കിഴുത്തിട്ടെടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു ഹാഫ് ചിരട്ട നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റാൻഡായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മളൊരു താഴ്വശം റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചാണ് നമ്മൾ സ്റ്റാൻഡ് ആക്കാൻ പോകുന്നത്. അതിന് ശേഷം നമ്മൾ ഇവിടെയാണ് മെഴുകുതിരി, ഈ ഒരു ഭാഗത്താണ് നമ്മൾ മെഴുകുതിരി വെക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ വെച്ച് അടച്ചു വെക്കും. ഇതാണ് നമ്മുടെ ഫുൾ വർക്ക്. അപ്പോൾ ഇത് നമുക്കിനി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്ലെക്സ് കുക്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഒട്ടിക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ഫ്ലെക്സ് കുക്ക് വെച്ചാണ് ഒട്ടിക്കുന്നത്. നമ്മൾ ഫ്ലെക്സ് കുക്ക് പശ വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കിത് നേരെ ഒന്ന് തറയെ വെച്ചിട്ട് നേരെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നേരെ തന്നെ വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മണ്ടയ്ക്ക് വെക്കുന്ന ചിരട്ട ചരിഞ്ഞു പോകും. ഇങ്ങനെ ഫ്ലെക്സ് കുക്ക് സൈഡിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്ലെക്സ് കുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ വിടവ് കാണും, അത് നമുക്കൊന്ന് അടച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ചിരട്ടപ്പൊടി, ഇത് നമ്മൾ ഉരച്ചതിൻ്റെ പൊടിയെല്ലാം നമ്മൾ അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. അത് നമുക്കിതിൻ്റെ ഈ ഒരു കോണിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ട് ഉപകാരമുണ്ട്. ഒന്ന്, നമ്മുടെ വിടവൊക്കെ അടയും. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കും, നല്ല പവറിൽ ഒട്ടിയിരിക്കും. അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ കുറച്ച് ഫ്ലെക്സ് കുക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫുള്ള് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റാൻഡെല്ലാം നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൊടിയിട്ട ഭാഗം നന്നായിട്ടൊന്ന് ഉരച്ച്, അതായത് സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ
നമ്മൾ പൊടിയിട്ട് ഒട്ടിച്ച സ്ഥലം നമ്മൾ നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് ക്ലീനായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ പേപ്പർ എടുത്ത് വരയ്ക്കുക എന്നുള്ളതാണ്. ഇത് ലാസ്റ്റ് ഫിനിഷിംഗ് ആണ്. അപ്പം ഇത് 120-ൻ്റെ വാട്ടർ പേപ്പറാണ്. ഇതിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചിരട്ടയെ നമ്മൾ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക. അതായത് നമ്മൾ കിഴുത്ത് വെച്ച ചിരട്ടയും നമ്മൾ സ്റ്റാൻഡും നമ്മൾ ഉരച്ച് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ രണ്ടും വാട്ടർ പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫിനിഷിങ് നമ്മൾ വാർണിഷ് ഒന്ന് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ലീക്ക് എന്ന് പറയുന്ന ഒരു വാർണിഷാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് ഞാൻ ചിരട്ടയെ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതൊന്ന് ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വാർണിഷെല്ലാം അടിച്ചിട്ട് നമ്മളൊരു 2-3 മണിക്കൂർ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു മെഴുകുതിരി എടുത്ത് വെക്കുക. അതിനുശേഷം ഇതൊന്ന് കത്തിച്ച് കൊടുക്കുക. നമ്മളിവിടാണ് നമ്മൾ മെഴുകുതിരി വെക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തീപ്പെട്ടി എടുത്തൊന്ന് കത്തിച്ച് വെക്കുക. ഇതുപോലെ നമ്മൾ കത്തിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ മറ്റേ വലിയ ചിരട്ട എടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് എടുത്ത് വെക്കുക. ഇവിടാണ് നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ നമ്മുടെ വലിയ ചിരട്ട എടുത്ത് മണ്ടയ്ക്ക് എടുത്ത് വെക്കുക. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. Sometimes I feel like all is lost, but I know it's not true. I wanna put up all my walls cause I'm not in the mood. But then I cut myself off from the rest of the room. I know that time can heal it all if you're patient and soon it can all be worth it, all the searching. Pain is never really permanent, but damn it hurts man. I could feel all of the turbulence and it's concerning. I've been searching for a purpose, I hope it's worth it. This society is really ക്യാൻഡിൽ ലൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം നിർദ്ദേശമുണ്ടോ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളെന്ന വീഡിയോയ്ക്ക് അതേസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇല്ലാത്ത ഒരു വസ്തു, അതായത് ചിരട്ട, ഉപയോഗമില്ലാത്തൊരു ചിരട്ട നമ്മൾ ഉപയോഗമുള്ള ഒരു വസ്തുവാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന. ചിരട്ട വെച്ച് ഓരോ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കേണ്ടതായിട്ട് ചാനലൊന്ന് ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ് ലാഗ് കളിപ്പിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബോണി ബിനി ബിഗ് സൈനിങ് ഔട്ട്. ബൈ.